രണ്ടാമത്തെ ഐഡിയ നമുക്ക് ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന ഇക്വാളിറ്റി ഓഫ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്നാണ് നമുക്ക് അടുത്ത ഐഡിയ നമ്മൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. രണ്ട് മെട്രിക്സ് എ ബി സി ഡി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഇട്ട് വിചാരിക്കുക. ഈ മെട്രിക്സ് ഈക്വൽ ആയിരിക്കുന്നത് 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വലാന്ന് വരിക. അപ്പോൾ ഒരു മെട്രിക്സിന് ഈക്വലുള്ള കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ, ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതിൻ്റെ ഓർഡർ എന്തായിരിക്കണം, സെയിം ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. പല ആൾക്കാരും തെറ്റിക്കുന്ന ഒരു സാധനമാണ്, ഈസി ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നമുക്ക് എ ബി സി ഡിൻ്റെ വാല്യൂ എന്താണെന്ന് കാണാൻ പറയാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, എന് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, ഫസ്റ്റ് 1 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, ബിന് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, സിന് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, 3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, ഡിന് ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, നമുക്ക് 4 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി ഈ പറയുന്ന മുകളിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഒരു മെട്രിക്സ്, ആ മെട്രിക്സ് ഓപ്പറേഷൻസ് മെട്രിക്സ് അവിടെ ഓൾറെഡി ഇൻവോൾവ് ആണ്. അപ്പോൾ അതും കൂടിയൊക്കെ കൺസിഡർ ചെയ്ത് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സ് ആ പറയുന്നത് സെക്കൻഡ് 2 × 10y3 എന്ന് പറയുന്ന ഈ മെട്രിക്സിന് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും നമുക്ക് XYZൻ്റെ വാല്യൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈ പറയുന്ന മെട്രിക്സിനെ ഓപ്പറേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിന് വേറെ മെട്രിക്സ് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഈ മൈനസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഒരു സിംഗിൾ മെട്രിക്സ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വേറൊരു സിംഗിൾ മെട്രിക്സ് എവിടെയും കിട്ടും. എന്നിട്ട് കറസ്പോണ്ടിങ് ആയുള്ള എലമെൻറ്റ്സിന് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ അവിടെ കിട്ടും. ഇത്രയേ ചെയ്യാനുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ മെട്രിക്സിനെ എടുത്ത് എഴുതാൻ പോവാണ്. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്, x3. ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് x3 -2 4 ഇതാണ് ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. അതിന്ന് ഏത് മൈനസ് ചെയ്യാൻ പോവാണ്, സെക്കൻഡ് മെട്രിക്സ് 1 3 2 -2 എന്ന് പറയുന്ന മെട്രിക്സിന് മൈനസ് ചെയ്യുന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2 × മെട്രിക്സ് 1 0 y3. ഇതാണ് നമ്മുടെ മെട്രിക്സ് ഉള്ളത്. റെഡിയാണല്ലോ. അങ്ങനെയാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് ആദ്യം ഈ പറയുന്ന മെട്രിക്സിന് ഈ മെട്രിക്സിന് നമുക്ക് എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കൊണ്ടുവരണം ആദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്, മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെട്രിക്സ് മൈനസ് ചെയ്യണം. കുറേ ഈസി കൺസെപ്റ്റുകളാണ്. ഈ ഫസ്റ്റ് മെട്രിക്സിൽ നിന്ന് സെക്കൻഡ് മെട്രിക്സ് നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ എലമെൻറ്റിൽ നിന്ന് സെക്കൻഡ് എലമെൻറ്റ് മൈനസ് ചെയ്യും. എന്നിട്ട് നമ്മൾ പുതിയ മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതും. അപ്പോൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. ഇപ്പോൾ മെട്രിക്സിൻ്റെ സിമ്പിൾ ഇട്ടു, എന്നിട്ട് എക്സിൽ നിന്ന് 1 മൈനസ് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് x - 1 കിട്ടും. 3 ന്ന് 3 മൈനസ് ചെയ്ത് നമുക്ക് 0 കിട്ടും. -2 -1 എത്രയാണ്, -4 കിട്ടി. തെറ്റിക്കരുത്, അതിൻ്റെ പിന്നെ ഇവാലുവേഷൻ തെറ്റിക്കാൻ നോക്കുക. അതേപോലെ 4 ഇതാണ് 4 4 -2 ആണ്. പക്ഷേ ഇതിങ്ങനെ 4 - -2 എന്ന് പറഞ്ഞാൽ 4 + 2 നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെട്രിക്സ് ഈസ് ഈക്വൽ ടു. ഇനി നമ്മൾ സെക്കൻഡ് മെട്രിക്സ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു മെട്രിക്സിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2നെ ഓരോ എലമെൻറ്റോട് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2ന് നമ്മൾ 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2ന് നമുക്ക് 0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെ ഓരോ എലമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന എഴുതി വെക്കുക. അപ്പോൾ 2 × 1 എത്രയാണ്, 2 കിട്ടി. അതുപോലെ 2 × 0 എത്ര, 0 കിട്ടി. 2 × y എത്ര കിട്ടുന്നത്, 2y കിട്ടി. അതായത് 2 × 3 കിട്ടുന്നത് എത്രയും 6 ആണ്. ഇതാണ് നമ്മുടെ ന്യൂ മെട്രിക്സ് എന്ന് പറയുന്നത്. വേറെയാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ രണ്ട് മെട്രിക്സും 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് x - 1 ആണ്. ഇവിടെ നമുക്ക് ആരായിട്ട് ഇക്വേറ്റ് ചെയ്യാം, 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എക്സും വൈൻ്റെ വാല്യൂ മാത്രം കണ്ടാൽ പോരെ. അപ്പോൾ നമ്മൾ കിട്ടുന്നത് എന്താണ്, x - 1നെ നമുക്ക് 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഈക്വൽ ടു x = എന്ത് കിട്ടും, 1 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് 3 എന്ന് കിട്ടും. അതേപോലെ സെക്കൻഡ് y ഉള്ള ടേം എവിടെ നോക്കുക, y ഉള്ള ടേം എവിടെ കിടക്കുന്നു നോക്കുക, കണ്ടോ 0 0. y ഉള്ള ടേം ഇവിടെയാണ് കിടക്കുന്നത്, y ഉള്ള ടേം. അപ്പോൾ നമ്മൾ ആരുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം, ഓൾസോ നമുക്ക് ആര് ഇക്വേറ്റ് ചെയ്യാം, -4 = നമുക്ക് 2y ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ y നമുക്ക് എന്ത് കിട്ടും, -4/2 കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക, നമുക്ക് -2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ് ഈ സാധനങ്ങളൊക്കെ, വലിയ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. വേറെ ആളെ പറഞ്ഞത്